ഉണ്ടാക്കിയ ദിവസമിൽ നാം സന്തോഷിച്ചു ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. യഹോവയുടെ വാതിൽക്കൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. ദൈവമേ, അങ്ങന്റെ ദൈവം. അധികാലത്ത് ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങേ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായിരുന്ന, ഞങ്ങളെ ദിനവും വഴി നടത്തുന്ന പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ടോ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ദൈവനാമത്തിൽ ഞങ്ങൾക്ക് വീണ്ടും തിരുവാലയത്തിൽ കൂടുവാനും വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭവനങ്ങളെ ആരാധനാലയമാക്കി തീർത്തു അങ്ങയുടെ സ്വർഗീയമായ സാന്നിധ്യം അനുഭവിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും അങ്ങ് തന്നിരിക്കുന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, തിരുനാമത്തിൽ 2-3 പേർ കൂടുന്നവരുടെ മധ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യമുണ്ടോ എന്ന് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധനായ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ആരാധനകളിൽ അങ്ങ് ഇറങ്ങി വരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തോടുകൂടെ ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാനും തിരുകൃപ നീ ഞങ്ങളിൽ പകരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കുമായി ഞങ്ങൾ പാടുന്ന പാട്ടുകൾ, വായിച്ചു കേൾക്കുന്ന തിരുവചനങ്ങളോ, ചിന്തിക്കുന്ന തിരുവചന സത്യങ്ങളോ, ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന യാചനകളും സ്തുതികളും അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാനും ഞങ്ങൾ ആത്മീയമായി ശക്തിപ്പെട്ട ബലപ്പെട്ട ക്രിസ്തുവേശുവിൽ ജീവിക്കുവാനും അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനിക്കുന്ന സമയം വരെയും തിരുകൃപയുടെ നിറവിൽ ഞങ്ങൾ വഹിക്കണമേ. അങ്ങയുടെ പ്രിയമക്കൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ടായി ഓൺലൈൻ മാധ്യമത്തിൽ കൂടി ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൃപയും അങ്ങയുടെ പ്രിയമക്കൾ അനുഭവിക്കുവാൻ, ആരാധനയിൽ കൂടെ വിടുതലും ആശ്വാസ സമാധാനം നിന്റെ മക്കൾക്ക് ലഭിക്കുവാൻ പിതാവായ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ദൈവനാമത്തിൽ കൂടെ മഹത്വപ്പെടണം. ക്രിസ്തുയേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോട് കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ദൈവനാമ മഹത്വത്തിനും സ്തുതിക്കുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 4ാമത്തെ ഗീതം ആലപിക്കാം. ഗീതം 4. Hallelujah, 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 amen. അനുഭവിക്കുന്ന ആനന്ദ പിതാവേ, അനുഭവിക്കുന്ന ആനന്ദ പിതാവേ, hallelujah, 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 amen. കർത്താവേ, ക്രിസ്തു കർത്താവേ, ഹല്ലേലൂയ, 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 ആമേൻ. വിശുദ്ധി നൽകിയിടുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധി നൽകിയിടുന്ന പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ആമേൻ.
ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തുതിത്താനികൾ ആരാധനക്രമം 7-ാം പുറം 5-ാം ഭാഗം. ആരാധനക്രമം 7-ാം പുറം 5-ാം ഭാഗം. ദൈവമാത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിലുണ്ടോ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ഇപ്പോൾ ദൈവമക്കളാകും, നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്നും ദൈവം തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് ക്ഷമിച്ചോ സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗീയവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ചു തിരുവചനവും വിശുദ്ധ സാക്രമന്തുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാം അണഞ്ഞു ചെന്നു നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതായി യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ വിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്തു പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപം ഏറ്റുപറയുക. ദൈവസന്നിധിയിലോ നമ്മുടെ മുഴങ്കാലുകളെ മടക്കിക്കൊണ്ട് കർത്താവിന്റെ മുഖം നോക്കി ജീവിതത്തിൽ നാം ചെയ്തു പോയ സകലവിധമായ കുറവുകളെയും കുറ്റങ്ങളെയും മനഃപൂർവമായി ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുചൊല്ലാം. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടോ തിരിഞ്ഞോ ജീവിക്കുന്നതിലത്രേ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് യഹോവയായ കർത്താവോ അരുളപ്പാട്. ദൈവം ഹനനയാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സോ തകർന്നും നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങോ നിരസിക്കുകയില്ല. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടി യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെന്നു അവിടത്തോട് സകല കൃത്യം ക്ഷമിച്ചു ഞങ്ങളെ കൃപയോട് കൈക്കൊള്ളണമേ. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുകയും നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്തു സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്കോ അടുത്തോ ചൊല്ലുക. ദൈവമായ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്നുള്ള വിശ്വാസവും പ്രത്യാശയോടുകൂടെ ആരാധനക്രമം 12-ാം പുറത്തുള്ള പ്രാർത്ഥന. ഓരോ പ്രാർത്ഥനയ്ക്കും പിന്നാലെ സഭ കർത്താവെ
ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഏറ്റുചൊല്ലണം. അനുതാപപൂർവം നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്കോ തന്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായുള്ളവേ, അടിയാരുടെ അഭയയാചന ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്തു ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിർമ്മലവും രമ്യമായി ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകുലം, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഹൃദയകാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തു പോയ അക്രമങ്ങൾ ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകൾ ഓർത്തു ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചിട്ടുള്ള ശണ്ഠകൾ ഓർത്തു മനുഷ്യരുടെ സ്നേഹവും സമാധാനം ഉണ്ടാക്കേണ്ടതിന് ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയത് ഓർത്തു ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മറ്റുള്ളവരെ സഹിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവരെ അല്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയത് ഓർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ കാണിച്ച അമിതമായ താല്പര്യത്തെ ഓർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടെ അങ്ങേ സമീപിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്നും ഞങ്ങളെ അഴിച്ചു വിടുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ദിനം മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിത പുതുക്കത്തിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മെ പ്രവേശിച്ചു. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആരാധനക്രമം 17-ാം പുറത്തുള്ള പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒത്തുചേരാം. ഓരോ അപേക്ഷകൾക്ക് പിന്നിലും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് സഭ ഒന്നടങ്കം ചൊല്ലണം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുത്തെ കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം, പകൽ രാത്രി, വേനൽ മഴ, വിത കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സമൂഹ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും
ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സാമൂഹ്യ നീതിക്കും മർദ്ദിതരുടെ മോചനത്തിനും അവസരതയുടെ ഉദാഹരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവം ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ കൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ നിങ്ങളുടെ സ്തുതിച്ചു ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ചു ജീവിക്കേണ്ടതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാതയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. സഭയ്ക്ക് വീണ്ടും എഴുന്നേറ്റ് നിന്ന് ദൈവനാമ മഹത്വത്തിനും സ്തുതിക്കുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിലെ 6ാമത്തെ ഗീതം ആലപിക്കാം. ഗീതം 6. നാം നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനങ്ങൾ 2 വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് ചൊല്ലാം. സങ്കീർത്തനങ്ങൾ 2. ജാതികൾ കലയിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്തോ? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവനെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോട് അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിയമം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തതോ, നീ എന്റെ പുത്രൻ എന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, ഉശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവരെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ. പിതാവിനും
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഭാഗ്യവചനങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശുദ്ധതാകിക്കുന്നവർ ഭാഗ്യവന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവന്മാർ, ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കർത്താവേ, പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. വായിക്കാനായി നൽകപ്പെട്ടിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി 1-ാം അധ്യായം 1 മുതൽ 28 വരെ. ഉൽപ്പത്തി 1-ാം അധ്യായം 1 മുതൽ 28 വരെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവാകട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്ത് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. പകലും രാവും തമ്മിൽ വേർപിരിയാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളാലും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി. 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതികളെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ. പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി 5-ാം ദിവസം. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്നുള്ളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഈ വായിച്ചു കേട്ട ദൈവം നമ്മെ നൽകിയിരിക്കുന്ന ലേഖനവേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏകമനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ
സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ എന്തൊക്കെയുള്ള ലേഖന വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും സാക്ഷ്യപ്പെടേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ആരാധനക്രമം 22 സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ബാധിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആരാധനയിൽ പങ്കുചേരുവാനായിട്ടുള്ള ഒരു അവസരം സർവശക്തനായ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സമസിഷ്ടങ്ങളായിരുന്നവർ, നമ്മെപ്പോലെ ഈ ഭൂമുഖത്ത് ജീവിക്കാമെന്ന് ചിന്തിച്ചിരുന്നവർ,
പലരിന്നോ ഈ പ്രഭാതത്തിൽ ഈ വിശുദ്ധ ദിവസത്തിൽ കാണുവാൻ കഴിയാതെ പോയി. ഒട്ടും നീതിമാന്മാരോ വിശുദ്ധിയുള്ളവരോ അല്ലാതിരുന്നിട്ട് പോലും ആ കർത്താവിന്റെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ വിനയപ്പെടുത്തിക്കൊണ്ട് മധ്യസ്ഥതയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചൊല്ലാം. വചനം പറയുന്നത്, നിങ്ങൾ എന്നോട് യാചിക്കുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ സകലതും നിങ്ങൾക്ക് നൽകുമെന്നുള്ള ആ ഒരു ഉറപ്പോ, ഒരു ദൃഢ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രിയ ദൈവസഭയെ, നമുക്കോ നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെതായ അവസ്ഥകളെ ഒരു പിതാവിനോടോ മാതാവിനോടോ നാം അപേക്ഷിക്കുന്നത് പോലെ നമ്മുടെ സ്വർഗീയ പിതാവിനോട് നമുക്ക് അപേക്ഷിക്കാം. സ്വർഗീയ പിതാവിനോട് കൂടെ നമുക്ക് പറയാം, കർത്താവേ, ഞാൻ ഈ നാളുകളിൽ ഇന്ന അവസ്ഥയിൽ കൂടിയാണ് എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിക്കാത്തത് എന്റെ ജീവിതത്തിൽ ഞാൻ കാണുവാൻ ആഗ്രഹിക്കാത്ത അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കണ്ണുനീരിന്റെയും വേദനയുടെ അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്നു. ഞാൻ അങ്ങയിൽ കൂടുതലായിട്ട് ആശ്രയിക്കുമ്പോൾ പലവിധമായ ശോധനകളും പരീക്ഷകളും എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റണമേ എന്ന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. കാരണം ശത്രുവാം പിശാചിന്റെ സകല തന്ത്രങ്ങളെയും തകർത്ത് കളഞ്ഞു മൂന്നാം ദിവസം മരണത്തിന്മേൽ ജയം പ്രാപിച്ചു. എന്നും നീതിജ്ഞനായിട്ട് ജീവിക്കുന്ന ആ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ആരാധിക്കുന്ന നമുക്കും ആ കർത്താവ് ആ ഒരു ബലവും ആ ഒരു ദൃഢനിശ്ചയവും നമുക്ക് നൽകുവാൻ മതിയായിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ കൊടുക്കാം. എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. പ്രത്യേകിച്ച് CSI ജനക്പുരി ബസ്ദലി മലയാളം കോൺഗ്രിഗേഷനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ആരംഭം കുറിച്ച നാൾ മുതൽ ഇന്നയോളം ദൈവം തന്റെ കൃപയാൽ സഭയെ നടത്തുന്നു. കാലാകാലങ്ങളിൽ സഭയുടെ നേതൃത്വത്തിനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രിയർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാ സെക്രട്ടറിക്കായി, ജോയിന്റ് സെക്രട്ടറിക്കായി, അക്കൗണ്ടന്റിനായി, മറ്റു സഭാ കമ്മിറ്റി അംഗങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ദൈവം തന്റെ കൃപകൾ പകർന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സഭയെ നേരായ മാർഗത്തില് ദൈവിക ആലോചനകളാൽ നയിക്കപ്പെടേണ്ടതിന് ദൈവം അവർക്ക് പ്രത്യേകമായി കൃപകൾ ഉയരത്തിലും ദാനമായി കൊടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം അവർക്ക് നല്ലൊരു അവസരം കൊടുത്തിരിക്കുകയാകുന്നുവല്ലോ. അലസതയോടോ അലംഭാവത്തോടോ അല്ല, പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ക്രിസ്തു എന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എനിക്ക് വിശ്വസ്തയോടുകൂടെ ചെയ്യണമെന്നുള്ള ഒരു പൂർണ്ണമായ ഒരു സമർപ്പണം അവിടെ ജീവിതത്തിൽ ദൈവം നൽകണമേ എന്ന് നാം കർത്താവിനോട് കൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ സംഘടനകളെ നമുക്ക് ഓർക്കാമോ? സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനാ ഭാരവാഹികളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാമോ? സൺഡേ സ്കൂളിനായി, ബാലജന സഖ്യത്തിനായിട്ട്, ശ്രീജന സഖ്യത്തിനായി, മെൻസ് ഫെലോഷിപ്പിനായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് ദൈവം തന്റെ നിയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ശുശ്രൂഷകളെ ഫലമേൽപ്പിച്ചിരിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിനായിട്ട് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിൻ്റെതായ സംഘാടകർ, അധ്യാപകർ, വിദ്യാർത്ഥികളെ നമുക്ക് ഓർക്കാം. നാം ഒരു ചെറിയ കൂട്ടമായിട്ടോ സൺഡേ സ്കൂളായി കൂടുന്നുവെങ്കിലും ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ വചനത്തിൽ വേരൂന്നി വളരുവാൻ ദൈവം തന്റെ കൃപ ഉയരത്തിൽ നിന്ന് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യസന്ധമായി തങ്ങളുടെ കരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനുള്ള ദൈവകൃപ അധ്യാപകർക്ക് ദൈവം നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. അപ്രകാരം തന്നെ നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാമോ? ചെറിയ ഒരു സഭയാണ്, കുറച്ച് കുടുംബങ്ങളുള്ള ഒരു സഭയാണ്. നമുക്ക് ഏവർക്കും നമ്മുടെ സഭയിലെ വിശ്വാസികളെയും അവരുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെയും നമുക്കറിയാമല്ലോ. അവര് നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ എന്റെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് പറയാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രിയമുള്ള രാജേഷ് സാറിനായ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രഭു സാറിനായ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നിർബിൻ സാറിനായ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം.
സുബിൻ സാറിനായി കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഷെർവിൻ സാറിനായി കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നിഷാദ് സാറിനായി കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഡോക്ടർ ലിജിനായി കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മിസ്റ്റർ ആനന്ദിനായി കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മിസ്റ്റർ ജസ്റ്റിൻ സാറിനായി കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മിസ്റ്റർ റോബർട്ട് സാറിനായി കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ ദൈവത്തിന്റെ കൃപ അമിതമായിട്ട് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ സന്തോഷ് ജോർജച്ചനെ കുടുംബമായി ഓർക്കാം. പ്രൊഫസർ ശിവകുമാർ സാറിനെ കുടുംബമായി ഓർക്കാം. ഡോക്ടർ അഭിനായിട്ട് പ്രാർത്ഥിക്കാം. ഡോക്ടർ സീനയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. മിസ്റ്റർ ഷെറിനായിട്ട് പ്രാർത്ഥിക്കാം. മിസ്റ്റർ ആൽബർഷനായിട്ട് പ്രാർത്ഥിക്കാം. അവരെല്ലാം കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം ഈ നാളുകളിൽ തന്റെ കരുണയുള്ള കരത്തിൽ വഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. അവിടെ വിദ്യാഭ്യാസത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അവിടേതായ നല്ല ഭാവി ജീവിതത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാലാകാലങ്ങൾ വിദ്യാഭ്യാസത്തിൽ കൂടെ നല്ല ഉയർച്ചയും ജീവിതത്തിൽ അനുഗ്രഹം ദൈവം നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് കൂടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചോ പഠനങ്ങൾ കഴിഞ്ഞ് ഉപജനമാർഗത്തിനായി കാത്തിരിക്കുന്ന യുവതിവാക്കളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് അനുയോജ്യമായ തൊഴിലിടങ്ങൾ ഒരുക്കി നൽകേണ്ടതിനും നല്ല ഭാവി നമ്മുടെ പ്രിയപ്പെട്ട യുവതിവാക്കൾക്ക് ദൈവം നൽകേണ്ടതിനുമായിട്ട് നമുക്ക് ദൈവത്തോട് കൂടെ പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് ഭാരപ്പെടുന്നവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമുക്ക് അജിനയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമോളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. സിന്ധു എന്ന മാതാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്ന പ്രിയ ഡോക്ടർ ജോഷിനിക്കായിട്ടും സിസ്റ്റർ ദിലിക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹപൂർണമായി മാസവും ദിവസവും തികഞ്ഞു ദൈവിക അനുഗ്രഹത്തോട് അമ്മയും കുഞ്ഞുമായി ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം കൃപ പകരണമേ എന്ന് നമുക്ക് കർത്താവിനോട് കൂടെ പ്രാർത്ഥിക്കാം. ഏതൊരുവിധമായ ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ കൂടാതെ ദൈവം കരുതിക്കൊള്ളണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രേംരാജ് എന്ന പിതാവിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം കൊടുത്ത സൗഖ്യത്തിനായിട്ട് നന്ദി പറയാം. ജാസ്മിൻ ടീച്ചർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ സൗഖ്യത്തിനായിട്ട് നന്ദി പറയാം. തുടർന്നും ദൈവിക കരത്തിൽ വഹിക്കുവാനും പൂർണ്ണമായ സൗഖ്യം ഉയരത്തിൽ ദൈവം നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷൻ ശുശ്രൂഷകളെ നമുക്ക് ദൈവകരങ്ങൾ കൊടുക്കാമോ? 5 ഗ്രാമങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്ന മിഷണന്മാരെയും ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡ്-19 മഹാമാരിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ചിലർ വിശ്വാസികൾ രോഗികളായിട്ട് ഭാരപ്പെടുന്നുണ്ട്. ദൈവമേ അവരെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് കൂടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സുബിൻ സാറിന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. വീഴ്ചയുടെ അനുഭവത്തിൽ ദൈവം തന്റെ കരുണയുടെ കരുത്തിൽ താങ്ങി ഈ നാളുകളിൽ റെസ്റ്റിലായിരിക്കുന്നു. അതിൻ്റെതായ പ്ലാസ്റ്റർ മാറ്റുന്ന സമയത്ത് പൂർണ്ണ സൗഖ്യം ലഭിച്ചുവെന്നും ശരിയായ രീതിയിൽ നടക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ള നല്ല സന്തോഷ വാർത്ത നമുക്ക് കേൾക്കുവാൻ ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ കേൾക്കേണ്ട ദൈവജനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദേശത്തിനായി പ്രാർത്ഥിക്കാം. ദേശത്തിന്റെ ഭരണ സംവിധാനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാം പാർക്കുന്ന ഡൽഹി പട്ടണത്തിനായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർ വസിക്കുന്ന കേരള സംസ്ഥാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയൊക്കെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങൾ കൊടുക്കാമോ? വ്യക്തിപരമായ കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സകല ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ പൂർണ്ണ മനസ്സോടുകൂടെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ മുമ്പിൽ നാം ഒരു മനസ്സോടുകൂടി ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹവാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ മധ്യസ്ഥതയ്ക്കായിട്ട് കടന്നു വരുന്നു. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ നന്മകളാൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ നൽകി, അനുഗ്രഹങ്ങൾ നൽകി, ദൈവിക പരിപാലനം നൽകി, ദൈവികമായിട്ടുള്ള നടത്തിപ്പിനാൽ നീ ഞങ്ങളെ നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് CSI ജനക്പുരി വെസ്റ്റ് ഡൽഹി മലയാളം കോൺഗ്രിഗേഷനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിൽ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവ് ഞങ്ങളുടെ സഭയിൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവിക കൃപയിൽ നിന്റെ മക്കളെ വഹിക്കണമേ. അവിടെ വ്യക്തിപരമായ കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ ദൈവം തന്റെ കൃപ പകർന്ന് നന്മകൾ പകർന്ന് അനുഗ്രഹിച്ച് ദൈവം വഴി നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കട്ടെ. രോഗികൾക്ക് വൈദ്യനായി രോഗക്കിടക്കകളെ മാറ്റിവരിക്കുന്ന സർവശക്തനായ ദൈവം രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മധ്യത്തിൽ അങ്ങ് ഇറങ്ങിച്ചെന്ന് അങ്ങയുടെ ആണിപ്പള്ളിയേറ്റ കരത്താൽ സ്പർശിച്ചു ദൈവികമായ സൗഖ്യവും ആശ്വാസവും നിന്റെ മക്കൾക്ക് ലഭിക്കത്തക്കവണ്ണം അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിവിധ ഭവനങ്ങളിൽ സഭയിലായിരുന്നു കൊണ്ട് നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നിന്റെ മക്കളുടെ അടുക്കിലേക്ക് വചനമായി അങ്ങ് ഇറങ്ങി ചെല്ലണമേ. അവിടെ ജീവിതങ്ങളിൽ സൗഖ്യം നൽകണമേ. അവരനുഭവിക്കുന്ന ശാരീരിക അസ്വസ്ഥതകള് രോഗബന്ധനങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് സൗഖ്യദായകനാകുന്നുവല്ലോ. അങ്ങ് രോഗികളെ കൈതൊട്ടോ സ്പർശിച്ചോ വിടുവിച്ച ദൈവമാകുന്നുവല്ലോ. വാക്കുകളാൽ അങ്ങ് രോഗികളെ സൗഖ്യമാക്കിയ ദൈവമാകുന്നുവല്ലോ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നിന്റെ മക്കൾക്ക് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിതാവേ, പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങൾ സിസ്റ്റർ ദിലിക്കായിട്ടും കർത്താവേ ഡോക്ടർ ജോഷ്നിക്കായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയിരിക്കുന്ന നന്മകൾക്കായിട്ട് നന്ദി കർത്താവേ. നിന്റെ മക്കളെ ദൈവം തന്റെ കൃപയുടെ കരങ്ങളിൽ അങ്ങ് താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ ശരീരത്തുള്ള ക്ഷീണ പ്രയാസങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതായ എല്ലാ ബുദ്ധിമുട്ടുകള് യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അങ്ങ് വിടുവിച്ചു കാക്കണമേ കർത്താവേ. ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രത്യാശയിലായിരിക്കുന്നു കർത്താവേ. അവർക്ക് ലഭിക്കുന്ന നന്മയുമായി ദൈവാലയത്തിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാഥാ, ഞങ്ങൾ പ്രത്യേകിച്ച് മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർത്ത് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാഥാ, കുടുംബങ്ങളിൽ മക്കളെ ദാനമായി കൊടുക്കുന്ന സർവശക്തനായ ദൈവമേ, അപ്രകാരമായിരിക്കുന്നവരുടെ ജീവിതങ്ങളിൽ ദൈവം തന്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മക്കളെ ദാനമായി പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗസ്ഥ പിതാവ് അങ്ങ് സഹായിക്കണമേ. കർത്താവേ, അബ്രഹാമിന്റെ ദൈവമായി ഇസ്ഹാക്കിന്റെ ദൈവമായി യാക്കോബിന്റെ ദൈവമായിരുന്നു ഇന്നും അത്ഭുതം ചെയ്യുന്ന കർത്താവ് അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങ് അത്ഭുതത്തെ അയക്കണമേ. ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയ കർത്താവേ, നിന്റെ മക്കളുടേതായ കണ്ണുനീരുകളെ കണ്ട് അവിടെ ജീവിതങ്ങളിൽ അത്ഭുതത്തെ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ സഭയിലെ സഭാ കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവര്, ദൈവിക ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നവര്, അവരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ സഭയുടെ ആത്മീക ഭൗതിക കാര്യങ്ങളില് കർത്താവെ പൂർണ്ണ താല്പര്യരായിട്ട് പൂർണ്ണ സമർപ്പണത്തോടുകൂടെ കാര്യങ്ങൾ ഗ്രഹിച്ചു ചെയ്യുവാനായിട്ട് നിന്റെ മക്കളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവവചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, അലസതയോടുകൂടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാകുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരും തന്നെ കർത്താവെ അലസതകളോടുകൂടെ അല്ല കർത്താവെ, പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യമെന്ന് ഓർത്തുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷകളിൽ തികവായി നിറവായിട്ട് വളർന്നു വരുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംഘടനകൾക്കായി സംഘടനാ ഭാരവാഹികൾക്കായിട്ട് നന്ദി പറയുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിച്ചു ദൈവിക ശുശ്രൂഷകൾ അവരെ ഉപയോഗിക്കണമേ. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ട് പഠിപ്പിക്കുവാനുള്ള ദൈവിക കൃപകൾ ഞങ്ങളുടെ അധ്യാപകർക്ക് നൽകണമേ. പൈതങ്ങൾ ദൈവവചനത്തിൽ വളർന്നു വരുവാനും ഭാവിയിൽ അവർ വചനത്താൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവിക സ്നേഹത്തിൽ വളരുവാൻ സ്വർഗസ്ഥ പിതാവ് നിന്റെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരൻ സുബിന്റെ മാതാവിനായിട്ട് കർത്താവെ, ടീച്ചർ ജാസ്മിനായിട്ട്, പ്രേംരാജ് എന്ന പിതാവിനായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ ഈ നാളുകൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്റെ അപ്പൻ അറിയുന്നുണ്ടല്ലോ. സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചു വേദനകളെ ചുമന്നു മാറ്റുന്ന
അനുഭവിക്കുന്ന കർത്താവേ, നിന്റെ മക്കൾ അനുഭവിക്കുന്ന ശാരീരിക ഭാര ദുഃഖങ്ങള് എല്ലാം യേശുവിന്റെ നാമത്തില് നിന്റെ മക്കളിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ. അവർ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് നാഥനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സഹായിക്കണമേ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ദക്ഷിണയുള്ള മഹായിടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ അഭിവന്യ മോഡറേറ്റർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഡയോസിന്റെ ഔദ്യോഗിക ഭാരവാഹികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, എല്ലാ ബോർഡുകൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു, എല്ലാ സഭകൾക്കായും സഭാ ശുശ്രൂഷകന്മാർക്കായിട്ടും കർത്താവ് വിശ്വാസ സമൂഹത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനമല്ലാതിരുന്ന ഞങ്ങളെ ഒരു ജനമായി തീർത്തുവല്ലോ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് ദേശത്ത് പാർക്കുവാൻ വളരുവാൻ ദൈവം സഹായിക്കുന്നുവല്ലോ. അതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സഭയുടെ മേൽ ദൈവകൃപ പകരണമേ. ഞങ്ങളുടെ സഭയുടെ എല്ലാ സ്ഥാപനങ്ങൾക്കായിട്ട് നന്ദി. ആതുര സേവനങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ കൂടെ അനേകർക്ക് നന്മയും ആശ്വാസം ലഭിക്കുവാനായിട്ട് ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മിഷൻ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ബോർഡ് ഫോർ മിഷനായിട്ട് ഭാരതത്തിൽ നേപ്പാളിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് നന്ദി കർത്താവേ. 650-ലധികം മിഷണറിമാര് ഭാരതത്തിലും നേപ്പാളിലുമായി വിവിധ ഗ്രാമങ്ങളില് ജനസമൂഹങ്ങളുടെ മധ്യത്തില് കർത്താവിന്റെ സ്നേഹമായി വെളിച്ചമായി കടന്നു ചെന്നിരിക്കുമ്പോൾ അവിടെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപ പകരണമേ. ഞങ്ങളുടെ മിഷണറിമാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൈവം തന്റെ കൃപയുടെ കരങ്ങൾ വഹിച്ച് അങ്ങ് കാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസികള് അവർ വിശ്വാസത്തിൽ ബലപ്പെട്ട് ക്രിസ്തുവിൽ വളരുവാൻ ദൈവം അവരെ ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാരുണ്യവനായ ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രപതിക്കായി, ഉപരാഷ്ട്രപതിക്കായി, പ്രധാനമന്ത്രിക്കായി, എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാർക്കായിട്ടും MP-മാർക്കായി, കർത്താവെ, ഗവർണർമാർക്കായി, മുഖ്യമന്ത്രിമാർക്കായി, MLA-മാർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനസേവനത്തിനായിട്ട്, ജനങ്ങൾക്ക് നന്മ ചെയ്യുവാനായിട്ട് നിന്റെ മക്കളെ നിയോഗിച്ചിരിക്കുമ്പോൾ കർത്താവെ, ഏത് രീതിയിലുള്ള വേർതിരിവില്ലാതെ ഞങ്ങളുടെ ഭാരതത്തിലെ ജനത്തെ ഒന്നായി കണ്ടുകൊണ്ട് കർത്താവെ, അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുവാൻ ഞങ്ങളുടെ ഭരണ സംവിധാനത്തെ ദൈവം ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ആതുര സേവനങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ആതുര സേവനത്തെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയുടെ മെഡിക്കൽ ടീമിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആതുര സേവനം ചെയ്യുവാനായിട്ട് നിന്റെ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയിലെ ഡോക്ടർമാർക്കായിട്ട്, നേഴ്സുമാർക്കായിട്ട്, ഫാർമസിസ്റ്റിനായിട്ട്, മറ്റു ഈ ടീമുകളിൽ പങ്കുചേർന്ന് സേവനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവനായ ദൈവമേ, ഞങ്ങളുടെ മിഷണറിമാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇരുളടിഞ്ഞ ജനത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ സ്നേഹം അറിയാത്തവരുടെ അടുക്കിലേക്ക് നിന്റെ മക്കൾ കടന്നു ചെന്ന് യേശുവിന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ ഈ നാളുകൾ സഹായിച്ചുവല്ലോ. ചിലരെ ക്രിസ്തുവിനായി നേടുവാൻ, ക്രിസ്തുവിൽ അവരെ നിലനിർത്തുവാൻ നിന്റെ മക്കൾ കൂടെ അങ്ങ് സഹായിക്കുന്നുവല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. അവരെ അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കൃപയിൽ നടക്കുന്ന സഭയുടെ പണിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കർത്താവിന് വേണ്ടി അനവധിയായ സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. അനേകരുടെ കരങ്ങൾ അതിനുവേണ്ടി സഹായിച്ചു. അതിനായി സ്തോത്രം കർത്താവെ. തുടർന്നും കർത്താവെ, ശേഷിക്കുന്ന പണികൾ പൂർത്തീകരിച്ച് വളരെ വേഗത്തിൽ തന്നെ അത് അവിടുത്തെ ജനത്തിന് ആരാധനയ്ക്കായിട്ട് ഒരുക്കി നൽകുവാൻ ദൈവം സഹായിക്കണമേ. അതിന് മധ്യത്തിൽ വരുന്ന എല്ലാ തടസ്സങ്ങൾ മാറ്റണമേ. അധികാരികളുടെ മനസ്സുകൾ തോന്നുവാൻ ദൈവം സഹായിക്കണമേ. അതിനെതിരായി ആരും തന്നെ പ്രവർത്തിക്കുവാൻ എന്റെ അപ്പൻ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രവർത്തിക്കാൻ സ്തോത്രം. കർത്താവെ, കാരുണ്യവനായ ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇന്നത്തെ തിരുവചന സന്ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് വാഴ്ത്തി നൽകണം. തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോട് കേട്ടോ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും ആ വചനം അനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കുവാനും അങ്ങ് ഉയരത്തിലുള്ള കൃപകൾ നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഞങ്ങൾ ചോദിച്ച സകല കാര്യങ്ങൾ ദൈവകരങ്ങൾ തരുന്നു. അനുഗ്രഹിച്ച് ദൈവം വഴി നടത്തണം. മഹത്വം എടുക്കണം. നസ്രയനായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കൃപയോട് കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകളെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതല്ലോ. ആമേൻ. സകല സൃഷ്ടിയുടെയും സൃഷ്ടികർത്താവും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും സകല സത്യത്തിലും വഴി നടത്തുന്നവനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പരിശുദ്ധ ദിനത്തിൽ അവിടുത്തെ തിരുവചനത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. ഇന്ന് വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം. സകലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനവും സ്നേഹവുമുള്ള CSI വെസ്റ്റ് ഡൽഹി മലയാള കോൺഗ്രേഷന്റെ അധ്യക്ഷനായിരിക്കുന്ന റവറൻഡ് ജോസഫ് ഇസ്രായേൽ അച്ഛൻ, വ്യത്യസ്ത ഭവനങ്ങളിലായിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന വിശ്വാസികളെ, മിഷണറി സഹോദരങ്ങളെ, എല്ലാവർക്കും പ്രഭാത വന്ദനം. പെന്തക്കോസ്ത് ഞായർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച തൃത്വ ഞായറാഴ്ചയായിട്ടാണ് ആഘോഷിച്ച് വരുന്നത്. ആരാധനയിലൂടെ മഹത്വപ്പെടുത്തുന്ന സർവശക്തനായിരിക്കുന്ന മഹത്വം
ഇന്ന് വെളിപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഒരിടത്തും തൃത്വം എന്നൊരു പരാമർശം നമുക്ക് കാണുവാൻ കഴിയില്ല എങ്കിലും ത്രിയേക ദൈവത്തിന്റെ നിരന്തരമായിട്ടുള്ള സാന്നിധ്യം വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ചിന്തിക്കുന്ന വിഷയം ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളതാണ്. ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉപദേശമാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വിശ്വാസ പ്രമാണമാണ് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസവും ആരാധനയും. ഏകദൈവത്തിൽ തന്നെ നമ്മൾ വിശ്വസിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആയിരിക്കുന്ന ദൈവം ഈ ഏകദൈവത്തിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഗ്രീക്ക് പദമായിരിക്കുന്ന ട്രയാസിൽ നിന്നാണ് ട്രിനിറ്റി എന്ന പദം രൂപപ്പെടുന്നത്. ഇതിനെ ഏക തൃത്വം എന്നാണ് അർത്ഥം പറയുന്നത്. അതുകൊണ്ട് തന്നെ തൃത്വത്തിന് സഭ നൽകുന്ന ഡെഫിനിഷൻ ഇതാണ്: ദൈവം പിതാവാകുന്നു, പിതാവ് ദൈവമാകുന്നു. ദൈവം പുത്രനാകുന്നു, പുത്രൻ ദൈവമാകുന്നു. ദൈവം പരിശുദ്ധാത്മാവാകുന്നു, പരിശുദ്ധാത്മാവ് ദൈവം ആകുന്നു. പ്രിയമക്കളെ, നമ്മുടെ ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പിതാവായിരിക്കുന്ന ദൈവത്തെ മാത്രം ആരാധിക്കുന്ന സഭാവിഭാഗങ്ങളെ കാണുവാനായിട്ട് കഴിയും. പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്ന, പഴയ നിയമത്തെ ലവലേശം ഉൾക്കൊള്ളാത്ത സഭാവിഭാഗങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ച് പിതാവിനെയും പുത്രനെയും വിസ്മരിച്ചു പോകുന്ന സഭാവിഭാഗങ്ങളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സാഹചര്യത്തിലാണ് ആരാധകരായിരിക്കുന്ന നമുക്ക് ഒരു ബോധ്യം ഉണ്ടാകണം. ഏകദൈവ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ നാം സാരാംശത്തിൽ ഒന്നും ഏകദൈവത്തിൽ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ത്രിയേക ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്നലത്തെ ഒരുക്കാരാധനയിൽ തൃത്വഞായറിന്റെ ചില ചിന്തകൾ അച്ഛൻ പങ്കുവയ്ക്കുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയെ അച്ഛൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ ഇപ്രകാരം പറഞ്ഞു: തൃത്വത്തിൽ എന്ന് പറയുന്നത് ഏകത്വമാണ്. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ ദൈവമേ ഇവരും ഒന്നാകേണ്ടതിന് എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയെ ഉദ്ധരിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു. രണ്ടാമത് അച്ഛൻ പറഞ്ഞു, കീഴ്പ്പെടലിന്റെ ഒരു മനോഭാവമാണ് തൃത്വഞായറിലൂടെ കർത്താവ് നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. പിതാവിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി കൊടുത്ത പുത്രനായ ക്രിസ്തു, ക്രിസ്തുവിന്റെ വിധേയപ്പെടുത്തലിന് ശേഷം ദൈവം അയച്ച പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, ഒരു വിധേയപ്പെടുത്തലിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തി. മൂന്നാമത് അച്ഛൻ പറഞ്ഞു, ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല, ആ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ആരാധിക്കണം എന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുക ഉണ്ടായി. പ്രിയമുള്ളവരെ, അതിനോടൊപ്പം ചേർന്ന് തന്നെ നമുക്കിന്ന് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിന് ആധാരമായി എടുത്തിരിക്കുന്ന ചിന്ത 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ്. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള വാക്യം, നമ്മുടെ ആരാധനയുടെ ആശീർവാദ വാക്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ആ വാക്യം. പ്രിയമുള്ളവരെ, തൃത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതാപമാണ്. നമ്മൾ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും ആ സർവശക്തനായിരിക്കുന്ന ദൈവത്തെയാണ്, ദൈവത്തിന്റെ മഹത്വത്തെയാണ്. Our God is a perfect union. ദൈവം ഒന്നാണെങ്കിലും ഒരാളല്ല എന്ന് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം സൃഷ്ടിയുടെ ആരംഭം പരിശോധിക്കുമ്പോൾ
ത്രിയേക ദൈവത്തിന്റെ സാധ്യതകൾ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവം സകലവും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് വചനം പറഞ്ഞ് തന്റെ വാക്കിലൂടെ സകലവും ഉളവാക്കി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. വചനമായിരിക്കുന്ന ക്രിസ്തു ശില്പിയായി സൃഷ്ടാവായ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദിമ നൂറ്റാണ്ടിൽ വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് 1-ാമത്തെ അധ്യായത്തിൽ തിരുവചനം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. സൃഷ്ടിയുടെ ഉൽപ്പത്തിയിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ദർശിക്കുവാനായി കഴിയും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്നാന ശുശ്രൂഷയിൽ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ദർശിക്കുവാനായി കഴിയുന്നു. യേശു ക്രിസ്തുവിന്റെ സ്നാപന സമയത്ത് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവ് പ്രഖ്യാപിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്നു. ഇതും തൃത്വമായിരിക്കുന്ന ദൈവത്തിന്റെ ഒത്തുചേരലായി നമുക്ക് ദർശിക്കുവാനായി സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മറിയയോട് ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇങ്ങനെ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒത്തിരി സ്ഥലങ്ങളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ത്രിയേക ദൈവത്തിന്റെ സംഗമങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിസ്തുല്യനായിരിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് നമുക്കിന്ന് ചിന്തിക്കാം. നമ്മുടെ ആരാധനകൾ ഇന്ന് എപ്രകാരമാണ്? നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കേണ്ടത്? ത്രിയേക ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് നാം ആരാധിക്കേണ്ടത് എന്ന് നമുക്കിന്ന് ചുരുക്കമായി ചിന്തിക്കാം. ഒന്നാമത്, ഭയഭക്തിയോടെ ത്രിയേകനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയണം. ഭയഭക്തിയോടെ ത്രിയേകനായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം പറയുന്നു, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിനയത്തോടെ ഘോഷിച്ച് ഉല്ലസിപ്പിൻ. 2-ാമത്തെ സങ്കീർത്തന പുസ്തകത്തെ ഇപ്രകാരമാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുഗങ്ങളുടെ നാടകം എന്നാണ് ഈ സങ്കീർത്തനത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ പ്രധാനപ്പെട്ട 2 രംഗങ്ങളുണ്ട്. ഭൂമിയിൽ മനുഷ്യരുടെ ശബ്ദവും സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദവും കേൾക്കാം. തുടർന്ന് പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശബ്ദവും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ള മക്കളെ, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണം. ഇന്ന് ദൈവഭക്തി കുറഞ്ഞു വരുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ജീവിതത്തിന്റെ ചുറ്റുവട്ടത്തിൽ വിലാപങ്ങൾ ഉയരുമ്പോൾ, ജീവിതത്തിന്റെ ചുറ്റുവട്ടം പ്രതിസന്ധികളാൽ മുഖരിതമാകുമ്പോൾ ഭക്തി ജീവിതത്തിൽ കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചിലരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഭക്തി വർദ്ധിക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദൈവഭയം സർവജയമാണ്. ഭക്തിയോടെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. വേദപുസ്തകത്തിലുടനീളം ഭക്തന്മാരോടൊപ്പം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഭക്തന്മാരെ ദൈവം അനുഗ്രഹിച്ചതായി ദൈവം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സദൃശവാക്യം 29:5 പറയുന്നു, മനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. മനുഷ്യനെയല്ല ഭയപ്പെടേണ്ടത്, ദൈവത്തെ ഭയപ്പെടുവാൻ നമ്മൾ മറന്നു പോകരുത്. ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിച്ച ഒരു പിൻതലമുറക്കാർ നമുക്കുണ്ടായിരുന്നു. നമ്മെ ദൈവം ഇന്ന് ഒത്തിരി അനുഗ്രഹിച്ചു. നമ്മൾ ചിന്തിക്കാത്ത, പ്രതീക്ഷിക്കാത്ത നിലകളിലേക്ക് നമ്മെ ഉയർത്തുകയും വളർത്തുകയും കൊണ്ടുവന്നിരിക്കുകയും ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഭക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഭവനത്തിലിരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം അച്ഛൻ പറഞ്ഞു.
പണ്ട് നമ്മുടെ ആലയത്തിൽ കപ്യാർ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു കുടുംബവും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കാരണം പള്ളിക്ക് വേണ്ടി അവർ ചെയ്ത ശുശ്രൂഷകൾ ഭക്തിയോടെ അവർ ചെയ്തു. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. പണ്ട് ഉപദേശിമാരായിരുന്നവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. കാരണം അവർ ഭക്തിപൂർവം ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സേവിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചർച്ച കമ്മിറ്റി അംഗങ്ങളായി, സംഘടനാ ഭാരവാഹികളായി ഓരോരോ നിയോഗങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഭക്തിയോട് നമുക്ക് നിർവഹിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. വിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുവാനായി കടന്നു വന്നിരിക്കുമ്പോൾ വിശുദ്ധിയോടെ വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും ചില സ്ഥലങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ആഭരണങ്ങളായി ഭക്തി മാറിപ്പോവുകയാണ്. ആരാധനകളിൽ മാത്രം കടന്നു വരുമ്പോൾ അണിയാനുള്ള ആഭരണമായി ഭക്തി മാറിപ്പോകുന്നു. പ്രിയമുള്ളവരെ, അതിനപ്പുറം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നല്ല ഭക്തരായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ആന്തരികേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന, ആന്തരികേന്ദ്രിയങ്ങളെ വ്യക്തമായി അറിയുന്ന ഒരു കർത്താവിന്റെ മുമ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭയഭക്തിയോടെ നമുക്ക് ജീവിക്കാം. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 34:1 പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഭക്തിയോടെ ജീവിക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എപ്പോഴും കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഈ കോവിഡ് കാലം നമുക്ക് അതിനുവേണ്ടി സഹായകമായി മാസ്ക് ഒക്കെ തന്നിട്ടുണ്ട്. എവിടെ പോയാലും, നമുക്ക് ജോലിക്ക് പോയാലും യാത്ര ചെയ്താലും കർത്താവിനെ സ്തുതിക്കുവാൻ ഒക്കെയുള്ള മറ്റാർക്കും നമ്മുടെ സ്തുതി അല്ലെങ്കിൽ നമ്മുടെ ആരാധനകൾ അസ്വസ്ഥമാകാത്ത വിധം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തെയൊക്കെ ദൈവത്തെ സ്തുതിച്ച് മുന്നോട്ട് കുതിക്കുവാൻ നമുക്ക് ഇടവരട്ടെ. നമുക്കും ഈ പ്രഭാതത്തിൽ പ്രകാരം പ്രാർത്ഥിക്കുവാൻ കഴിയണം. കർത്താവേ, എന്റെ ആദരങ്ങളെ തുറക്കണമേ, എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പിൻ. ഇന്ന് കുഞ്ഞുങ്ങൾ, യുവാക്കൾ സഭയിൽ നിന്ന് അകന്നു പോകുന്നു. അതിനുള്ള കാരണം നമുക്ക് കണ്ടെത്താം. നമുക്ക് ഭക്തിയോടെ കർത്താവിനെ ആരാധിക്കാം. രണ്ടാമത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് ആരാധിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് വായിച്ചു കേട്ട യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കുവാനായിട്ട് കഴിയണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ് എന്ന സത്യം യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് യോഹന്നാൻ സാക്ഷീകരിക്കുകയാണ്. യേശു പരിപൂർണമായ ദൈവമാണ്, അവൻ ആദിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ 4-ാമത്തെ സുവിശേഷത്തിൽ തൃത്വം എന്ന ആശയത്തെ അടിവരയിടുന്ന സുവിശേഷമാണ്. They are three persons in one nature. The Father is the unbegotten, the Son is only begotten, and the Holy Spirit proceeds from the Father എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആണത്വങ്ങളിൽ 3 ദൈവം തന്റെ പുത്രനെ അയച്ചുവെന്നും പുത്രനിലൂടെ ഈ ലോകത്തെ സ്നേഹിച്ചുവെന്നും സ്വയംഭൂവായ ആ ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ദൈവം തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഔദാര്യമായി നൽകിയെങ്കിൽ ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഒരു മനുഷ്യനെ ദൈവമായി ആരാധിക്കണമെങ്കിൽ യേശുവിനെ പോലെ തുല്യനായ മറ്റൊരാളും ഇല്ല എന്ന്. യേശു എന്ന അമൂല്യനിധിയെ ഈ ലോകത്തിന് വേണ്ടി പുത്രനായിരിക്കുന്ന ദൈവം നമുക്കായി തന്നിരിക്കുമ്പോൾ അവനെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. മറിയ യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ പേറിയെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന നമുക്ക് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറി സഞ്ചരിക്കുവാൻ, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്.
യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ 1-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഒടുവിൽ 18-ാമത്തെ വാക്യം പറയുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടുകൊണ്ട് ആരാധിക്കുവാൻ തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുന്നു. ഈ ഭൂമിക്കും ലോകത്തിനും മധ്യയുള്ള, സ്വർഗത്തിനും ഭൂമിക്കും മധ്യയുള്ള ഏക മധ്യസ്ഥൻ യേശു കർത്താവാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യം, ആരാധകരായ നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് വായിച്ചു കേട്ട 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ആരാധകരായിരിക്കുന്ന നമുക്ക് ഒരു ശോധന ചെയ്യുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ ജീവിതത്തിന്റെ യാത്ര ശരിയാണോ? എന്റെ ജീവിതത്തിന്റെ യാത്രയിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമായിട്ടുണ്ടോ എന്ന് സ്വയം ചോദ്യങ്ങൾ ചോദിക്കുവാനും അതിന് ഉത്തരങ്ങൾ കണ്ടെത്തി തിരുത്തലുകൾ വരുത്തുവാനും പരിശുദ്ധനായ ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സുവിശേഷ വേദഭാഗത്തിൽ പറയുന്നത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. പ്രിയമുള്ളവരെ, സ്വയമായിട്ട് വിധിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. തെറ്റുകളെ തിരുത്തുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാകുന്ന സമയത്ത് അതില് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തില്ല എങ്കിൽ ഹാങ് ആവുക സ്വാഭാവികമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതവും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഹാങ് ആകാൻ, അല്ലെങ്കിൽ സ്തംഭിച്ചു പോകുവാൻ, മുന്നോട്ടുള്ള വഴികൾ അടഞ്ഞു പോകുവാൻ സാധ്യത ഏറെയാണ്. നമ്മുടെ ജീവിതത്തെ നമുക്ക് ശോധന ചെയ്യുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. വിശ്വാസി എന്ന് പറയുന്നത് അവൻ വിശ്വാസം കാത്ത് സൂക്ഷിക്കുന്നവനാണ്. ഒരു നല്ല വിശ്വാസിയായി ഒരാൾ രൂപപ്പെടുന്നത് ശോധനയുടെ അനുഭവത്തിലൂടെയാണ്. അയാൾ അത്തരത്തിൽ ശോധന ചെയ്യുമ്പോഴാണ് ഒരു പൊന്നുപോലെ തിളക്കമുള്ളതായി അദ്ദേഹത്തിന്റെ ജീവിതം തീരുന്നത്. ഈ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ സഭയോട് വ്യക്തമായി പറയുകയാണ്, വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അന്ന് കൊരിന്തിലെ സഭയോട് പറഞ്ഞുവെങ്കിൽ ഇന്ന് ആധുനിക വിശ്വാസികളായിരിക്കുന്ന നമ്മോട് കർത്താവ് പറയുകയാണ്, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഒരു കഥ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. ഹെലികോപ്റ്റർ വാടകയ്ക്ക് കിട്ടുന്ന ഒരു നാട്ടിൽ ഒരു കുടുംബം എത്തപ്പെട്ടു. ആ കുടുംബത്തിൽ ഒരപ്പനും അമ്മയും 6 മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെയുള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക് കിട്ടുന്ന ആ സ്ഥലത്ത് എത്തി. ഹെലികോപ്റ്റർ ഓടിക്കുന്ന പൈലറ്റിന്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ 8 പേരുണ്ട്,
ഞങ്ങൾക്ക് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യണം. അദ്ദേഹം ആ കുടുംബത്തോട് ഇപ്രകാരം പറഞ്ഞു, പരമാവധി 4 പേർക്ക് മാത്രമേ ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഈ കുടുംബനാഥന് അതൊന്നും സഹിക്കാനും ഉൾക്കൊള്ളുവാനും കഴിഞ്ഞില്ല. അധികം ശഠിച്ചു, ഞങ്ങൾക്ക് 8 പേർക്കും യാത്ര ചെയ്യണം. ഒടുവിൽ ആ പൈലറ്റ് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി. അങ്ങനെ 8 പേരുമായി അവർ പറന്ന് ഉയർന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ആ ഹെലികോപ്റ്റർ ഒരു ചതുപ്പ് നിലത്തിൽ വീണു. അവിടെ വീണ് കിടക്കുന്ന സമയത്ത് ആദ്യം ബോധം വന്നത് ഹെലികോപ്റ്റർ പറത്തുന്ന പൈലറ്റിനാണ്. അദ്ദേഹം ചോദിച്ചു, നമ്മൾ എവിടെയാണ് കിടക്കുന്നത്? രണ്ടാമത് ബോധം വന്നത് ആ കുടുംബത്തിലെ യാത്ര ചെയ്ത ഗൃഹനാഥനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വസ്തുത ഇപ്രകാരമാണ്: കഴിഞ്ഞ വർഷം വീണതിന്റെ 1 ഇഞ്ച് മാറിയാണ് ഈ വർഷം വീണത് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രകൾ പലപ്പോഴും ഇതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ ശോധന ചെയ്തില്ലെങ്കിൽ നമുക്ക് വീഴ്ചയ്ക്ക് സംഗതികൾ ഏറെയുണ്ട്. ശോധനയ്ക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നുകൊണ്ടേ ഇരിക്കും. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതയാത്രയിൽ കണ്ടതും കേട്ടതും സ്വീകരിക്കാനല്ല, നോക്കിയും കണ്ടും ജീവിക്കാൻ പരിശുദ്ധനായ കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ബാലൻസ് തെറ്റിപ്പോയ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ ശോധന ചെയ്ത് മടങ്ങി വരുവാൻ കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. യഥാസ്ഥാനപ്പെട്ട് ആരാധനയിലൂടെ മടങ്ങി വരുമ്പോഴാണ് ത്രിയേക ദൈവത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്നത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ സഭയുടെ ആശീർവാദമായി പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ എന്ന്. പ്രിയമുള്ളവരെ, പരസ്പരം സ്നേഹവും സമാധാനവും പുലർത്താൻ കഴിയാത്ത മനുഷ്യർക്ക് ഈ ആശീർവാദം, ഈ ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ കഴിയത്തില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ ആലയത്തിൽ ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ, സമൂഹത്തിൽ ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ, പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും. നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി ശ്രമിച്ചത് 3 കാര്യങ്ങളാണ്. ഞങ്ങൾ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ദൈവത്തെ ആരാധിക്കേണ്ടത്? ഒന്നാമത്, കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിച്ചു. നമുക്ക് ഭയഭക്തിയോടെ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയണം. ലോകമോഹങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകമോഹങ്ങളെ ത്യജിച്ച് കർത്താവിന്റെ പിന്നാലെ അനുധാവനം ചെയ്യുവാൻ പരിശുദ്ധനായ ദൈവം നമ്മെ ഉദ്ബോധിപ്പിച്ചു. രണ്ടാമത്, തിരുവചനം നമ്മെ പഠിപ്പിച്ചു, യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് കർത്താവിനെ വിശ്വാസത്തോടെ ആരാധിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. യേശു പറഞ്ഞു, തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിച്ചു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകി. അവൻ പുരുഷന്റെ ഇഷ്ടത്താലല്ല, സ്ത്രീയുടെ ഇഷ്ടത്താലുമല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആ യേശുവിന്റെ നാമത്തിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ ആരാധിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിച്ചു, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. ശോധനയില്ലാത്ത ജീവിതം, ബാലൻസ് തെറ്റിയ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ സാധ്യത ഏറെയാണ്. ഇവിടെ ഹെലികോപ്റ്റർ ബാലൻസ് തെറ്റിയതുപോലെ നമ്മുടെ ജീവിതവും ബാലൻസ് തെറ്റാതിരിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെയും കുറവുകളെയും ശോധന ചെയ്ത്
ഒരു തിരുത്തൽ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടുമ്പോൾ, അനുരഞ്ജനപ്പെടുമ്പോൾ കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. അതിന് പരിശുദ്ധനായ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ. ആരാധനയുടെ അവസാനമായിട്ട് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ദൈവനാമോദത്തിനായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 124 ഗീതം ആലപിക്കാം. 124 ഗീതം ആലപിക്കാം. ത്രിത്വ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുമെന്നുള്ള ആ ഒരു നല്ല സന്ദേശം നമുക്ക് ഇന്ന് കേൾക്കുവാനായിട്ട് കഴിഞ്ഞുവല്ലോ. ഭയഭക്തിയോടുകൂടെ നമുക്ക് ആരാധിക്കുവാൻ, നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് ആരാധിക്കുവാൻ, ആരാധനയുടെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആരാധിക്കുവാൻ ഈ പകൽക്കാലം നമ്മെ കേൾപ്പിച്ചുവല്ലോ. നാം ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഈ ഒരു കൃപ ദൈവമേ ഞങ്ങൾക്ക് തരയണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സർവവല്ലഭനും സർവജ്ഞാനിയും സർവത്തിനും ഉടയവനുമായിരുന്ന ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ ഈ പകൽക്കാലം ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചുവല്ലോ. അതിനായി സ്തോത്രം. ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുമെന്നുള്ള വിഷയാസ്പദമായി ഞങ്ങൾക്ക് കർത്താവേ അങ്ങയുടെ വചനത്തെ ഞങ്ങൾ കേൾക്കുവാൻ, വചനത്തെ ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാൻ, വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിലെ ഹൃദയങ്ങളിൽ എഴുതപ്പെടുവാൻ ഈ പകൽക്കാലം സഹായിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഭയഭക്തിയോടും ശോധനയോടും ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയിൽ കരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ടും ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. വചനം സംസാരിച്ച് അങ്ങയുടെ മകനായി സ്തോത്രം, അങ്ങയുടെ പരിശുദ്ധമായ വചനം അതിശക്തമായി എഴുതിക്കുവാൻ തുടർന്ന് നിന്റെ മകനെ അങ്ങ് ബലപ്പെടുത്തണമേ. കേട്ട് ഞങ്ങളെയും അങ്ങയുടെ വചനത്താൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. ഈ ഒരാഴ്ച കാലഘട്ടം ഈ വചനത്തിന്റെ നിറവിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ പിതാവായ ദൈവം അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തൃക്കരങ്ങൾ വഹിക്കണം, മഹത്വം എടുക്കണം. ക്രൂശിതനായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം വീടാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ നിർത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ചോ ചിന്തിച്ച സകല കാര്യങ്ങളും ദൈവിക സാന്നിധ്യം തുറന്നുകൂടിയിരുന്നു അനുഗ്രഹിച്ചു വഴി നടത്തുമാറാകട്ടെ. ആമേൻ. സമാധാനത്തോടെ പോയി വരുവൻ. ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.